ഹലോ, എൻ്റെ പേര് ജിജോ ഫിലിപ്പ്. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്. ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് ഇന്നും യാങ്ങിനെയും കുറിച്ചാണ്. ഇതൊരു ചൈനീസ് എംബ്ലമാണ്. ഇതിൽ ഈ പ്രപഞ്ചമാണ് കാണിക്കുന്നത്. പഞ്ചഭൂത നിർമ്മിതമായ ഈ യൂണിവേഴ്സ്. രാത്രിയുണ്ട്, പകലുണ്ട്, സ്ത്രീയുണ്ട്, പുരുഷനുണ്ട്. എല്ലാം ഓപ്പോസിറ്റോടുകൂടിയാണ് നിലനിൽക്കുന്നത്. ഓപ്പോസിറ്റ് അദൃശ്യമായിരിക്കാം ചിലപ്പം, പക്ഷെ അതവിടെ ഉണ്ട്. മലയുണ്ട്, അടിവാരമുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്. അപ്പം നമുക്ക് ബിസിനസ്സൊക്കെ നല്ലതായിട്ട് ബൂം ചെയ്യും ചിലപ്പം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ റിസഷൻ വരും. അതും ഇന്നും യാങ്ങുമാണ്. ഇതെല്ലാം ഇതിനകത്തുള്ളതാണ്. ഇപ്പോൾ സുനാമി വരുമ്പോൾ തിര ആദ്യം പുറകോട്ട് വലിയും, പിന്നെ കയറും. അപ്പം അത് ഒന്ന് പുറകോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അർത്ഥം തിരിച്ച് കയറുന്ന അർത്ഥം. അപ്പോൾ എല്ലാത്തിനകത്തും ഈ വേൾഡിൽ മുഴുവൻ എല്ലാ ഭൗതിക ലോകത്തെല്ലാം ഇതുണ്ട്, ഇന്നും യാഗമുണ്ട്. ഇതില്ലാതെ നിൽക്കത്തില്ല. ഞാനിവിടെ പറയുന്നത്, ഇത് ഞാൻ എല്ലാ ദിവസവും രാവിലെ ബാസ്കറ്റ്ബോൾ കളിക്കുന്നുണ്ട്. എൻ്റെ ജേഴ്സിയാണ്, ജേഴ്സി നമ്പർ 7. ഇതിനകത്ത് ഈ ജേഴ്സിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഡബിൾ സൈഡ് ജേഴ്സിയാണ്. ഇത് റെഡാണ് ഈ സൈഡ്. ഇതിന് ഓപ്പോസിറ്റ് കളർ എന്നല്ല, എതിർ കളറ്, ഞങ്ങളുടെ ടീമിൻ്റെ കളറ് ബ്ലൂ ആണ്. ബ്ലൂ ഉണ്ട്. ഇതാണ് ശരിക്കും ഇന്നിങ് യാങ്. ഇപ്പം ഈ ജേഴ്സിക്ക് ഇതൊരു പവർഫുള്ളാണ്. ഈ ജേഴ്സി ഇതൊരു റെവല്യൂഷനാണ്. ഇതിൻ്റെ കാര്യം വെച്ചാൽ, ഈ ജേഴ്സി ഇട്ട് കളിക്കുമ്പോൾ നമുക്ക് 2 ടീമിൽ വേണമെങ്കിൽ മാറി മാറി കളിക്കാൻ പറ്റും. അപ്പം നമ്മളൊരു പ്രാക്ടീസ് മാച്ച് നടത്തുമ്പോഴത്തേക്കും നമുക്ക് ടീം ബാലൻസ് ചെയ്ത് വേണം കളിക്കാൻ. ടീം ബാലൻസ് ചെയ്യണം. അപ്പോൾ നമുക്ക് രാവിലെ ആരൊക്കെ വരും, അല്ല കളി സമയത്ത് ആരൊക്കെ വരും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ടീമിൽ ബാലൻസ് ചെയ്യാൻ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലെയേഴ്സിന് മാറാം. ടീം ജേഴ്സി തിരിച്ചിട്ടാൽ മതി. അപ്പം ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ബ്ലൂ ടീമിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പുറം ടീമിൽ കളിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാറി കളിക്കാൻ പറ്റും. അപ്പം ഒരു പ്രാക്ടീസ് മാച്ച് സാധാരണ ഗതിയിൽ നമുക്ക് കളിക്കുമ്പോൾ ഇവിടെ ഈ ജേഴ്സി ഇല്ലെന്നുണ്ടെങ്കിൽ, ഇപ്പം നീല മാത്രമായിട്ടാണ് ഞാൻ ചെല്ലുന്നതെങ്കിൽ എനിക്ക് നീല പറ്റുള്ളൂ. എനിക്ക് അപ്പുറം ചെന്ന് കളിക്കാൻ പറ്റത്തില്ല, തിരിച്ച് റെഡ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് 2 കൂടെ ഉണ്ട്. ഇതിന് റിവേഴ്സിബിൾ ജേഴ്സിയാണ്. ഇത് പലരും ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ടീമുകൾക്ക് തമ്മിൽ കളിക്കാൻ വേണ്ടി, ഒരു ടീം തമ്മിൽ കളിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രാക്ടീസ് മാച്ചസ്. അപ്പോൾ ഇത് റൂട്ട്സ് ആണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ മേക്ക് ബാംഗ്ലൂരാണ് റൂട്ട്സ്. അതിൻ്റെ നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഞാൻ എന്തിനാണ് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എല്ലാം ഓപ്പോസിറ്റോടുകൂടിയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിജയത്തിനും പരാജയത്തിനും എല്ലാം അപ്പുറം ചെല്ലും, ജനനത്തിനും മരണത്തിനും എല്ലാം. കാരണം എന്ന് വെച്ചാൽ സാക്ഷിഭാവം. ആ സാക്ഷിക്ക് ഇതെല്ലാം ബാധകമാണ്. ഈ കളിക്കുമ്പോൾ നമ്മൾ ജയിക്കും, തോക്കും, അല്ലെങ്കിൽ എല്ലാം ഉണ്ട്. സാക്ഷിയെല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ വിറ്റ്നസ്സിങ്ങിൽ ഉള്ളതുകൊണ്ട് ഒന്നും നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല. ആ വിറ്റ്നസ് ആയിട്ടുള്ള ഒരാളെ ഒന്നും അഫക്റ്റ് ചെയ്യത്തില്ല. എന്ന് കഴിഞ്ഞാൽ അയാളെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും അയാൾ മോചനം നേടുക സ്വയം. അതാണ് പവർ ഇൻസൈഡ് എന്ന് പറയുന്ന കാര്യം. പവർ പുറത്തല്ല, പവർ ഇൻസൈഡ്, അകത്ത് തന്നെയാണ് നമ്മളിത് കണ്ടെത്തുന്നത്. അങ്ങനെ സാക്ഷിഭാവത്തിലൂടെ നമ്മൾ പ്രസൻസ് ആനെ കൂടി വരും. വൺസ് പ്യുവർ പ്രസൻസ് ആകുമ്പോൾ നമുക്കെല്ലാം ക്ലാരിറ്റി ആവും, എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം മനസ്സിലാവും. ഒരിക്കലും നമുക്ക് ബുദ്ധിക്ക് വഴങ്ങത്തില്ല. നമുക്ക് എത്ര ചിന്തിച്ചോ മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തില്ല. കാര്യം ബുദ്ധി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിയാം. അത് അനുഭവം. ഇത്ര നാൾ എന്ത് നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇൻ്റലക്റ്റിന് അറിയത്തുള്ളൂ. അതിനപ്പുറത്തേക്കുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയപ്പെടാത്തതിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ പിടികിട്ടത്തില്ല. വൺസ് നിങ്ങൾ വിറ്റ്നസ് ആയി വരുമ്പോൾ നിങ്ങൾക്ക് താനെ മനസ്സിലാവും. എക്സ്പീരിയൻസ്, അനുഭവത്തിലൂടെ തന്നെ മനസ്സിലാകണം. ഓക്കെ, താങ്ക്സ് ഫോർ വ്യൂയിങ്.